ഓസ്ട്രേലിയയിൽ 2025 ഇൻടേക്കിൽ വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത്. ഓൾമോസ്റ്റ് നിങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം ഇപ്പോൾ കഴിഞ്ഞാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു എസെൻഷ്യൽ തിങ്സ് പറയാമെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു 8 months ആയി. അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ അതും കൂടി നാട്ടിൽ നിന്ന് കൊണ്ടുവരായിരുന്നു എന്നുള്ള ഫീലുള്ള ഒരു ജസ്റ്റ് അങ്ങനെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. ഞാനിവിടെ ഒരു 8 months ആയി, പെർത്തിലാണ്. അപ്പോൾ ഒരു സമ്മറും വിൻ്ററും എക്സ്പീരിയൻസ് ചെയ്തൊരു ഇതിൽ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. ചില ഡേയ്സ് ഇവിടെ 40 ഒക്കെ പോകാറുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തെന്ന്, പക്ഷേ സൺസ്ക്രീൻ തേക്കാണ്ട് പുറത്തിറങ്ങരുത്. അങ്ങനെ പുറത്തിറങ്ങുവാണെങ്കിൽ നല്ല പോലെ ടാൻ അടിക്കും എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഭയങ്കര പെയിൻ വരും സൺലൈറ്റ് തട്ടുമ്പോൾ. കണ്ടോ, ഞാൻ ആദ്യമൊക്കെ ഒന്നുമില്ല എന്ന് വിചാരിച്ച് പോയതാണ്. നല്ല ടാൻ അടിക്കും. അപ്പോൾ സൺസ്ക്രീൻ കൊണ്ടുവരാം. നല്ലൊരു സൺസ്ക്രീൻ എന്താണെന്ന് വെച്ചാൽ വേറെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും എന്ത് മേടിക്കണം മേടിക്കണ്ട എന്നുള്ളത്. പിന്നെ സൺഗ്ലാസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺഗ്ലാസ് ഇല്ലാണ്ട് പോകാൻ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ സ്പെക്സ് ഉള്ളവരാണെങ്കിൽ നമുക്ക് അതിലിപ്പോൾ സൺഗ്ലാസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരു സൺഗ്ലാസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ലെൻസ് ചൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഇതിൽ പോവാം. പിന്നെ മോയ്സ്ചറൈസർ, അതിപ്പോൾ സമ്മറിലായാലും വിൻ്ററിലായാലും നല്ല ഇമ്പോർട്ടൻ്റ് ആണ് മോയ്സ്ചറൈസർ. അത് ഞാനൊരു ബോട്ടിൽ കൊണ്ടുവരാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഏത് ബ്രാൻഡ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ കൊണ്ടുവരാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഹാൻഡ് ക്രീം എന്തായാലും കൊണ്ടുവരാം. അത് വേണമെങ്കിൽ 2-3 കൊണ്ടുവന്നു കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ സമ്മറായാലും വിൻ്ററായാലും നമ്മൾ പുറത്ത് പോകുമ്പോൾ കൈ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബാഗിൽ ക്യാരി ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നിയിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഞാൻ നാട്ടിലുള്ളപ്പോൾ എൻ്റെ എപ്പോഴും ഉണ്ടാവും, പക്ഷെ എനിക്ക് അത്ര ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണത്. പിന്നെ വന്നിട്ട് യൂണിവേഴ്സൽ അഡാപ്റ്റർ. ഇവിടുത്തെ പ്ലഗ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ആദ്യം വരുമ്പോൾ തന്നെ ഫോൺ ചാർജ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെന്തായാലും പറഞ്ഞാൽ കൊണ്ടുവരാം. പിന്നെ ജാക്കറ്റ് കൊണ്ടുവരുന്നത് ഇപ്പോൾ എന്താ പറയുക, സമ്മർ ആണെങ്കിലും ചില ദിവസം രാത്രി നല്ല തണുപ്പും കാറ്റുമായിരിക്കും. ചിലപ്പോൾ നമുക്ക് ജാക്കറ്റ് വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ളതല്ല. ഞാൻ പറയുവാണെങ്കിൽ ഒരു കട്ടിയുള്ളൊരു ജാക്കറ്റും ഒരു നോർമൽ വലിയ കുഴപ്പമില്ല നമുക്ക് ചെറിയ തണുപ്പിൽ പോകണം എന്നുള്ളൊരു ജാക്കറ്റും. കാരണം ഇവിടെ വിൻ്റർ ആകുമ്പോഴും ചിലപ്പോൾ തണുപ്പ് അധികം കാണില്ല, പക്ഷെ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്ക് ഒരേ ടൈപ്പിലുള്ള 2-3 ജാക്കറ്റ് കൊണ്ടുവന്ന് ഞാൻ പറയണില്ല, ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കൊണ്ടുവരാൻ ശ്രമിക്കും. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പത്ത് ഇടാൻ പറ്റണതും, മറ്റേത് ഇങ്ങനെ ഇത്തിരി കൂടി ലൈറ്റായിട്ട് നമുക്ക് ചുമ്മായാലും പോകുമ്പോൾ ഇടാൻ പറ്റുന്നതും, അങ്ങനത്തെ ഒരു രീതിയിൽ ജാക്കറ്റ് കൊണ്ടുവരാൻ നോക്കുക. വെറുതെ ആ സെയിം കട്ടിയുള്ള 2-3 എണ്ണം കൊണ്ടുവരാണ്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഒന്നുകൂടി നല്ലത്. പിന്നെ വന്നിട്ട് എനിക്കാണ് ഷൂസ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ സാൻഡൽസ് യൂസ് ചെയ്യുമ്പോൾ കാലിലും നല്ല ടാൻ വരുന്നുണ്ട്. പക്ഷെ ഒരു സാൻഡൽസും ഒരു ഷൂസും അങ്ങനെ കൊണ്ടുവരാം. പിന്നെ മെഡിസിൻസ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എന്താണ് ഡോളോ ഒക്കെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ പനി വരാം. അപ്പോൾ നമ്മൾ ഇവിടെ ഡോക്ടറെ അടുത്ത് പോയി അങ്ങനെ ഇങ്ങനെ കുറേ ചടങ്ങുകൾ ആണ്. അപ്പോൾ അതിനേലും നല്ലത് ഡോളോ അങ്ങനത്തെ കുറച്ച്, ഇപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന മെഡിസിൻസ്, അങ്ങനെ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പോൾ ആയുർവേദം എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരിക. എല്ലാം കൊണ്ടുവരുമ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷനായിട്ട് കൊണ്ടുവരിക. ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ചോദിക്കുവാണെങ്കിൽ കാണിക്കാൻ വേണ്ടി മാത്രം. പിന്നെ കുക്കിംഗ് യൂട്ടൻസിൽസ്. കുക്ക് ചെയ്യുന്നത് എന്താണ്, ഇപ്പം നമ്മൾ ഒരാളുള്ളൂ എന്ന് വെച്ചാൽ ചെറിയ സാധനം കൊണ്ടുവരാണ്ടിരിക്കുക, ഒരു മീഡിയം സൈസിൽ. കാരണം നമ്മൾ ഇവിടെ എല്ലാ ദിവസവും കുക്ക് ചെയ്യില്ല. കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് പോർഷൻ കൂടുതലായിട്ടായിരിക്കും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുവരാം. നമ്മൾ വരുന്ന ദിവസം എന്തായാലും നമുക്ക് ആവശ്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും പുറത്തിറങ്ങി ഒക്കെ ചെയ്യാം. ഇപ്പം സമ്മറായിട്ട് വലിയ കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടായാലും മേടിച്ചാൽ മതി. പക്ഷേ വിൻ്ററിലാണ് നിങ്ങൾ വരുന്നെങ്കിൽ എന്തായാലും ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുവരാം. പിന്നെ ഇന്ത്യൻ അറ്റയർ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരാം. കാരണം ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അയ്യോ അത് നമ്മൾ എടുത്തില്ലല്ലോ മറന്ന് അങ്ങനത്തെ. അപ്പോൾ എന്തെങ്കിലും ബോയ്സ് ആണെങ്കിൽ മുണ്ട്, ഷർട്ട്, അങ്ങനെ ഗേൾസ് സാരി, ബ്ലൗസ്, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരാം.
പിന്നെ സ്പെക്സ് ഒരെണ്ണം എക്സ്ട്രാ കൊണ്ടുവരാം. സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരെണ്ണം എക്സ്ട്രാ വെച്ചേക്കാം. പിന്നെ നിങ്ങളൊരു ബോട്ടിൽ കൊണ്ടുവരിക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ വൈറ്റമിൻ ഡി, നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ എന്തായാലും വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ട്, അതിപ്പോൾ ചിലവർക്ക് ഓക്കെ ആയിരിക്കും, അപ്പോൾ ഡോക്ടറോട് ജസ്റ്റ് കണ്ടിട്ട് പറയും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുവാണ്, അപ്പോൾ അവർ അതനുസരിച്ചുള്ള ഡോസ് പ്രിസ്ക്രൈബ് ചെയ്യും. കാരണം വൈറ്റമിൻ ഡി നല്ലപോലെ താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ നിങ്ങൾക്ക് സിംറ്റംസ് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, കുറച്ച് വേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ അത് ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് എടുക്കുക. അപ്പം എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ ഞാൻ പറയും. പിന്നെ മറ്റേ നമ്മുടെ ഹാൻഡ് സ്ലീവ്സ് ഇല്ലേ നാട്ടിൽ കിട്ടുന്നത്, അത് യൂസ് കൊണ്ടുവരാം. കാരണം പുറത്തിറങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ നമുക്ക് സ്കിന്നിക്ക് അടിക്കുമ്പോൾ. അപ്പോൾ ഹാൻഡ് സ്ലീവ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഡ്രസ്സ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇവിടുത്തെ ഒരു മേടിക്കുമ്പോൾ എന്താണ് ക്വാളിറ്റി കുറച്ച് കുറവാണ്. യൂസ് ആൻഡ് ത്രോ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ പോകുന്നത്. അപ്പം നാട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരുന്നതാണ് നല്ലത്. എനിക്ക് തോന്നണു കുറച്ചുകൂടി എന്താണ്, ഇപ്പം ഞാൻ ഷോർട്ട് ഡ്രസ്സസ് കൊണ്ടുവന്നിട്ട് എനിക്ക് ഞാൻ ഇപ്പോഴും 2 പെട്ടി അവിടെ ഇരിക്കുകയാണ്. ആദ്യം വിൻ്ററിൽ വിചാരിച്ചു സമ്മർ ആകുമ്പോൾ ഇടാന്ന് വെച്ചാൽ സമ്മറിൽ നല്ല ചൂടാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ജീൻസ് തന്നെ ഇടേണ്ടി വരും മിക്കതും. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്ര വെയിലടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ജാക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടുവരാം. പിന്നെ ഇവിടെ വരുമ്പോൾ മിക്കവരും ജാക്കറ്റ് ഒന്നും ഇട്ട് കാണുമല്ലോ. ഇപ്പോൾ ഭയങ്കര തണുപ്പാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഷോർട്ട്സ് ഇട്ട് ഇറങ്ങുന്നത് നമുക്ക് കാണാം. പക്ഷെ നമുക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത തണുപ്പായിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അയാൾ ഇട്ടിട്ടില്ലല്ലോ അപ്പം നമ്മൾ ഇടണോ, അങ്ങനത്തെ ഒരു ചിലപ്പൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അത് ചെയ്യുക. ബാക്കിയുള്ളവർ ഇവിടെ ആരും ഒന്നും നോക്കൂല. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് ജസ്റ്റ് ലാസ്റ്റ് പെട്ടി പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടി ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാക്ഡ് ഫുഡ് ഐറ്റംസ് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ പാക്ക് ഫുഡിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ചില സാധനങ്ങൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഗവൺമെൻറ് സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാർഡ് തരും. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് ടിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഡൗട്ടുള്ള സാധനം കൂടി നമ്മൾ ടിക്ക് ചെയ്തേക്കാം. കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അത് വേണോ വേണ്ടേ എന്നുള്ളതിൽ നമ്മൾ ടിക്ക് ചെയ്യാം എന്തായാലും. എന്നിട്ട് ജസ്റ്റ് അവർ ചോദിക്കുവാണെങ്കിൽ ഇതാണെന്നുള്ളത് പറയാം, അല്ലെങ്കിൽ അത് ഒരു പ്രശ്നമാവും. പിന്നെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളും അങ്ങനെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തതും ഞാൻ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.